അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി നിക്കോസ് കസൻസാക്കിസ് എഴുതിയ ദൈവത്തിൻ്റെ നിസ്വൻ എന്ന നോവലിലെ ആദ്യ താളിൽ തന്നെ സഹോദരൻ ലിയോ പറയുന്നതായ ഒരു വാചകമുണ്ട്. ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു, രാവും പകലും ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു. ഞാൻ വിവാഹം ചെയ്തില്ല, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല, കാരണം ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു. വിശന്ന് വലഞ്ഞപ്പോഴും കയ്യിലുണ്ടായിരുന്ന ഒരു തുണ്ട് റൊട്ടിക്കഷ്ണവും കുറച്ച് ഒലിവ് പഴങ്ങളും കഴിക്കാൻ ഞാൻ പലപ്പോഴും മറന്നുപോയി, കാരണം ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു. നമ്മുടെ ദൈവാന്വേഷണം എപ്രകാരമായിരിക്കണം എന്നത് വളരെ കൃത്യമായി പാഠപുസ്തകമാക്കാവുന്ന ഒരു വ്യക്തിയാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഫ്രാൻസിസിൻ്റെ ജീവിതശൈലി പിന്തുടർന്നതിന് ശേഷം സഹോദരൻ ലിയോ ചോദിക്കുന്നുണ്ട്, ശരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ടോ? ഇത്രയും ലളിതമായി ജീവിക്കേണ്ടതുണ്ടോ? ഫ്രാൻസിസ് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: സഹോദരൻ ലിയോ, നമ്മൾ ഒരുപാട് കാര്യങ്ങളോട് ചെറിയ ചെറിയ വേണ്ട അല്ലെങ്കിൽ നോ പറയുന്നു. ദൈവത്തോട് വലിയ ഒരു യെസ് പറയാം. ഒന്നോർത്താൽ അനുദിന ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനവും മറ്റനേക കാര്യങ്ങളോടുള്ള നോയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നാലോചിക്കുമ്പോൾ മറ്റനേകം കോഴ്സുകളോടുള്ള നോയാണ് ഒരു കോഴ്സിനോടുള്ള യെസ്. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റനേകം ആൺകുട്ടികളോടോ പെൺകുട്ടികളോടോ ഉള്ള നോയാണ് തൻ്റെ ജീവിത പങ്കാളിയോടുള്ള യെസ്സായി ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ കരുതുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി പലപ്പോഴും നിലപാടെടുക്കാൻ, യെസ് പറയാൻ നാം ഒരുപാട് ചെറിയ ചെറിയ നോ പറയാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് അസീസിലെ ഫ്രാൻസിസ് നമ്മെ ഓർപ്പിക്കുന്നു. ഫ്രാൻസിസ് പറയുന്നത് പോലെ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്നത് വീഞ്ഞിന് നൽകാൻ പറ്റാത്ത ലഹരിയും അധികാരത്തിന് നൽകാൻ പറ്റാത്ത ശക്തിയും മരണമില്ലാത്ത ജീവിതവുമാണ്. ദൈവത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി വലിയ യെസ് പറയാൻ, അനുദിന ജീവിതത്തിൽ നിലപാടെടുക്കാൻ, അനേക കാര്യങ്ങൾക്ക് നോ പറയാൻ ഈശോ നമുക്ക് ശക്തി നൽകട്ടെ. അതിന് നാം പ്രാപ്തരാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.